നടക്കും. ഇതിന്റെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ ടയർ ഹീറ്റ് ആകുന്നു. അതായത് ഫ്രണ്ട് ലുക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഗോഗോ വണ്ടീൻ്റെ പുതിയ മോഡലാണ്. പക്ഷെ ബാക്ക് ഇത് വരുമ്പോൾ നമ്മുടെ ചെറിയ ബജാജിൻ്റെ വണ്ടി പോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ഡിക്കി സ്പേസ് ഇങ്ങനെയാണ് വരുന്നത്. സാധാ വണ്ടി കയറി പിടിക്കുന്നതാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പം എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ ബക്കറ്റ് മാറി, ഒരുപാട് സാധനങ്ങളെല്ലാം ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ഇപ്പം എന്നിട്ടും ഈ പിടുത്തം ഉണ്ട്. ഇപ്പൊ പുള്ളിക്കാരൻ ഒരുപാട് വെറൈറ്റി വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഡീസൽ വണ്ടി കിടക്കുന്നുണ്ട്. അതിന്റെ അപ്പുറം നമ്മുടെ സാധാ ബജാജിന്റെ ഇലക്ട്രിക് വണ്ടിക്ക് ഒരു വലിവില്ലായ്മ പോലെ. അപ്പൊ വലിവില്ലായ്മ എന്ന് പറഞ്ഞാൽ കൈ കൊടുത്ത് പോകുമ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് കയറുന്നില്ല, ഒരു പിടുത്തം പോലെ. അപ്പൊ എന്താണെന്ന് തൊട്ട് നോക്കിയപ്പോൾ ശരിയാ പറഞ്ഞത്. ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ആവുകയാണ്. ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ഓട്ടോയായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവനെ അങ്ങോട്ട് കൊടുക്കണം. അല്ലെ വണ്ടിയായിട്ട് കയറുന്ന കണ്ടപ്പോൾ തന്നെ ബഹളം തുടങ്ങിയതാണ്. വണ്ടി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അവന് വെറുതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ തൊട്ടൊക്കെ നോക്കണം ഓട്ടോയിൽ. ഇവനെ അവളുടെ വൈഫിൻ്റെ കൊടുത്തിട്ട് വേണം ഓട്ടത്തിന് ഇറങ്ങാൻ വേണ്ടി. അപ്പം പോകുന്ന വഴി ഇസാക്കിൻ്റെ വണ്ടി ഒന്ന് ഷോറൂമിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇസാക്ക് ഇല്ല, ഇസാക്ക് ട്രാവലറിൻ്റെ ഓട്ടം പോയിരിക്കുകയാണ്. അപ്പോൾ ഇസാക്കിൻ്റെ വീട്ടിൽ പോയി ഇസാക്കിൻ്റെ CNG മാക്സിമം എടുത്തുകൊണ്ട് പോയി ഷോറൂമിൽ കൊണ്ട് വേണം. നമുക്ക് നേരെ പിന്നെ ഇപ്പം വീട്ടിൽ നിന്ന് ഓട്ടത്തിന് ഇറങ്ങുവാണ്. ആദ്യം അങ്ങോട്ട് പോയിട്ട് ഷോറൂമിൽ കൊണ്ട് ഇട്ടിട്ട് ഓട്ടത്തിന് പോവാം. ഓക്കെ, എപ്പോഴത്തെയും പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പിള്ളേരുടെ ക്രിക്കറ്റ് കളി അത് കണ്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഇതേ കിടക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ സഹറ വണ്ടി, കുട്ടി ഡീസൽ. റാംപുറം ഓട്ടോ സ്റ്റാൻഡിൽ വന്നപ്പോൾ എല്ലാ മെമ്പർമാരും, ഒരുമാതിരിപ്പെട്ട എല്ലാ മെമ്പർമാരും അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് നേരെ ഇസാക്കിന്റെ വീട്ടിലോട്ട് പോകാം. വണ്ടിയായിട്ടാണ് നമുക്ക് ഷോറൂമിൽ പോകേണ്ടത്. ഈ വണ്ടിയുടെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഓടുന്ന ആള് 2-3 പ്രാവശ്യമായിട്ട് കയറി ഇറങ്ങി നടക്കും. ഇതിന്റെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ ടയർ ഹീറ്റ് ആകുന്നു. അതായത് എന്തോ ഇതിന്റെ ഉള്ളിലുള്ള എന്തോ പ്രോബ്ലം എന്താണ്ടാണ്, ലൈനർ കയറി പിടിക്കുന്നതാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പം എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ ബക്കറ്റ് മാറി, ഒരുപാട് സാധനങ്ങളെല്ലാം ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ഇപ്പം എന്നിട്ടും ഈ പിടുത്തം ഉണ്ട്. ഇപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നലെ അല്ല ഇന്നില്ല, ഇന്ന് ട്രാവലറിന്റെ ഓട്ടം പോയിരിക്കും. അപ്പൊ എന്റെ അടുത്ത് ഇസാക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ഷോറൂമിൽ ഒന്ന് കൊണ്ടെത്തിക്കാൻ പറഞ്ഞു വണ്ടി. അപ്പൊ ഷോറൂമിലോട്ട് നമുക്ക് പോകാൻ വേണ്ടി ഇപ്പൊ വണ്ടി എടുത്ത് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്കും ഇത് തന്നെ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് വണ്ടിക്ക് ഒരു വലിവില്ലായ്മ പോലെ. അപ്പൊ വലിവില്ലായ്മ എന്ന് പറഞ്ഞാൽ കൈ കൊടുത്ത് പോകുമ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് കയറുന്നില്ല, ഒരു പിടുത്തം പോലെ. അപ്പൊ എന്താണെന്ന് തൊട്ട് നോക്കിയപ്പോൾ ശരിയാ പറഞ്ഞത്, ചൂടുണ്ട്. അപ്പൊ എന്തായാലും ഷോറൂമിൽ കൊണ്ട് കാണിക്കാം. അവര് പറഞ്ഞു ഷോറൂമിൽ നിന്ന് ഇപ്പൊ വിളിച്ചപ്പോൾ പറഞ്ഞു വണ്ടി ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അവർ നോക്കി സർവീസ് ചെയ്ത് തരാന്ന് പറഞ്ഞു. സർവീസൊക്കെ നല്ല സ്പീഡിൽ തന്നെ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഷോറൂമാർ. പിന്നെ ഈ വണ്ടി ഇസാക്കിന്റെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള കാണിച്ചിട്ടുള്ളതാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഫ്രണ്ടില് സ്മൈല് കാര്യങ്ങള്, ഒരു ഓട്ടോറിക്ഷ ഉണ്ട് തൂക്കിയിട്ടുണ്ട്. അകത്ത് ഗ്ലാസ് കാര്യങ്ങള്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷ എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാം. ഷോറൂമിലോട്ട് കൊണ്ടിടാൻ വണ്ടി പൊളിയാവോ. വണ്ടി ഒറ്റടി സ്റ്റാർട്ടൊക്കെ കാര്യമൊക്കെ തന്നെ ഓക്കെ ആണ്ടാ. എന്താ റേസിംഗ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ റേസിംഗ് ഉണ്ട്. റേസിംഗ് ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടുള്ള റേസിംഗ് അല്ല കേട്ടോ. സാധാരണ ഇത്രയും ഇതാകേണ്ട ആവശ്യമില്ല. വണ്ടിക്ക് ഒരു പിടുത്തം പോലെ. അതിപ്പോ ഈ വണ്ടി ഓടുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ വണ്ടിക്ക് ഇതേപോലെ മിസ്സിങ് കാണിക്കുന്നുണ്ടാന്ന്. ഈ വണ്ടി ഏകദേശം ഒരു വർഷം ആയിട്ടില്ല, ഇസാക്ക് എടുത്തിട്ട് ഏകദേശം 1 വർഷം ആയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു കണക്കില്. വേറുള്ള കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക്, വേറുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്, ഈ വണ്ടിക്ക് ബ്രേക്ക് പിടുത്തം വിഷയമുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും അത് ശരിയാകുന്നില്ല. നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് കാണിക്കുന്നൊക്കെ നോക്കി, എന്നിട്ടൊന്നും ശരിയാകുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഷോറൂമിൽ തന്നെ നോക്കാം. ഷോറൂമിൽ നോക്കിയിട്ട് അവരെന്ത് പറയുന്നു നോക്കാം. എന്തായാലും അവരെന്തായാലും റെഡിയാക്കി തന്നേ പറ്റത്തുള്ളൂ നമുക്ക്. ഫോണിന് മറ്റേ തട്ടിലാണ് വെച്ചിരിക്കുന്നത്, അതാണ് ഇടക്കിടക്ക് ഫോൺ പറഞ്ഞു വീഴുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അവിടുത്തെ വിശേഷം കാണിക്കുന്നില്ല, ഞാൻ അവിടെ വണ്ടി ഇട്ടിട്ട് കയറി ഇങ്ങോട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി CNG വണ്ടി ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഏതൊക്കെയാ? CNG വണ്ടിയിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലങ്ങളൊക്കെ എന്തൊക്കെയാ? ഇസാക്ക് ഈ ബജാജിന്റെ മാക്സിമം മോഡല് ഈ വണ്ടി എടുത്തിട്ട് ഇസാക്കിന് ഇത് മാത്രമേ പ്രോബ്ലം ആയിട്ടുള്ളൂ. വേറെ പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇസാക്കിന് ഇതുവരെയായിട്ട് വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതാ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ വരുന്നത് തന്നെ. അപ്പൊ ഫസ്റ്റ് ടൈം വരുന്നതിന്റെ അല്ല പ്രശ്നം, ഇതിപ്പോ അടുപ്പിച്ച് നമ്മളിപ്പോ ലോക്കൽ വർക്ക്ഷോപ്പിലും ഷോറൂമിലും ഇതിന്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം പോയായിരുന്നു. സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു, അങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഷോറൂമിൽ ചെയ്തിട്ട് വന്നിട്ടും ഈ മിസ്സിങ് തന്നെ സെയിം കാണിക്കുന്നത്. അപ്പൊ ഷോറൂമാര് വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങോട്ട് നമുക്ക് എന്തായാലും വണ്ടി ഇടാം. വണ്ടിന്റെ പ്രോബ്ലവും കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ട, അവർക്ക് അറിയാവുന്നതാണ്. ഓൾറെഡി അവിടെ അറ്റൻഡ് ചെയ്ത കേസ് ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്ത് തരേണ്ടതാണ് അവർ. അതുമാത്രല്ലേ കേട്ടോ, നിങ്ങൾക്ക് കേൾക്കാവോ? ആ മൂളിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. അപ്പം ഞാൻ മേക്ക് വെച്ച് സംസാരിക്കുന്നതുകൊണ്ട് എന്റെ ഇതായിരിക്കും കൂടുതൽ വരുന്നത്.
നമ്മുടെ ബജാജ് വണ്ടി ആപ്പൊക്കെ ഓടിക്കുമ്പോ കൂടുതൽ ആ ഒച്ച കൂടെ ആ സൗണ്ട് കൂടെ കേറി വരും. ഇപ്പൊ ഇതിനകത്ത് അത്ര സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കൈ കൊടുത്ത് പോകുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ 3-ലാ പോകുന്നത്. ജസ്റ്റ് 4 ഗിയറിലോട്ടൊന്ന് ആക്കി നോക്കാം. നാലാമത്തെ കുറച്ചുകൂടെ സ്മൂത്ത് ആയി, പക്ഷെ എന്നാലും വണ്ടിക്ക് ഫ്ലോ കിട്ടുന്നില്ല. വണ്ടി ആക്സിഡന്റ് കൊടുത്തിട്ട് ഫ്ലോ കിട്ടുന്നില്ല. ഫ്ലോ കിട്ടുന്നില്ല. ഇത് 4 ഗിയർ ഉള്ളല്ലേ. ഞാൻ 5ാമത്തെ ഗിയർ ഇടാൻ വേണ്ടി പോകുന്ന വണ്ടി. വലിയില്ലാത്തോണ്ടേ. നമ്മുടെ ഡീസലിന്റെ ഒക്ടി മോഡല് അത് 5 ഗിയർ കേട്ടായിരുന്നു. അത് കാലി ക്ലച്ച് മോഡല് 5 ഗിയർ വരുന്നത്. പെട്ടെന്ന് പറഞ്ഞ ആ രീതി ഇനി ഗിയർ ഉണ്ടെന്ന് വിചാരിച്ച്. എന്തായാലും ഷോറൂം പിടിക്കട്ടെ. ഇനി വിശേഷമൊന്നും ഇല്ല. ഷോറൂമിൽ എത്തിയിട്ട് ബാക്കി. അങ്ങനെ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഷോറൂമിൽ എത്തിയപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഓട്ടോകൾ കിടക്കുന്നുണ്ട്. നമ്മുടെ ബജാജിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ബജാജിന്റെ ഷോറൂമിൽ എത്തിയപ്പം നമ്മുടെ വണ്ടി മാത്രമല്ല, വേറെ വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു മാറ്റാം. ഇവിടെ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട് ബജാജിന്റെ. ഇതറിയാലോ നിങ്ങൾക്ക്. ഇത് കുറച്ച് മോഡലേ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ കിടക്കുന്ന വണ്ടിയാണ് നമ്മൾ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സെയിം വണ്ടിയാണ്. നമ്മളെ ഗോഗോ വണ്ടി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഗോഗോ വണ്ടി ഇപ്പോഴാണ് നേരിട്ട് ഇത്ര അടുത്ത് കാണാൻ പറ്റിയത്. ടൗണിൽ ഇപ്പൊ 2-3 കുറച്ച് ടീമൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ഇത്ര അടുത്ത് കാണുന്ന ഇപ്പോഴാണ് ഗോഗോ വണ്ടിയാണ്. നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടൊക്കെ ഇറങ്ങി. എന്റെ കളറും കാര്യങ്ങളും ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോറൂമിൽ വന്നുകൊണ്ട് കാണാൻ പറ്റി. അതുപോലെ ബാക്കിലൊക്കെ നല്ല ഡിക്കി സ്പേസ് ഉണ്ട്. നമ്മുടെ സാധാ ബജാജിന്റെ ചെറിയ വണ്ടീന്റെ തന്നെ ഇലക്ട്രിക് ഇറങ്ങിയില്ല, അതേപോലെ അല്ല കേട്ടോ. കുറച്ചും കൂടെ സ്പേസ് ഫീൽ ആവുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ തൊട്ടിപ്പുറം തന്നെ ഇലക്ട്രിക് ഓട്ടോയും കിടക്കുന്നുണ്ട്. ഇത് ഗുക്സ് ഓട്ടോറിക്ഷ കേട്ടോ. ഗുക്സ് ഓട്ടോറിക്ഷ. ഇതിന്റെ കൂടുതൽ വിശേഷം ചേർത്തുള്ള വണ്ടിയാണ്. ഇതിന്റെ കൂടുതൽ വിശേഷമൊന്നും എനിക്ക് അറിയത്തില്ല. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തന്നെ അറിയത്തില്ല. എന്തായാലും അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് ഒരുപാട് വെറൈറ്റി വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ഡീസൽ വണ്ടി കിടക്കുന്നുണ്ട്. അതിന്റെ അപ്പുറം നമ്മുടെ സാധാ ബജാജിന്റെ ഇലക്ട്രിക് വണ്ടി. ഇവിടെ വന്നുകൊണ്ട് ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട്, വെറൈറ്റി വണ്ടികൾ. നമ്മുടെ ഗോഗോ വണ്ടിയിൽ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. അതായത് ഫ്രണ്ട് ലുക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഗോഗോ വണ്ടീൻ്റെ പുതിയ മോഡലാണ്. പക്ഷെ ബാക്ക് ഇത് വരുമ്പോൾ നമ്മുടെ ചെറിയ ബജാജിൻ്റെ വണ്ടി പോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ഡിക്കി സ്പേസ് ഇങ്ങനെ വരുന്നത് സാധാ വണ്ടി വരുന്ന പോലെ തന്നെ. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയത്തില്ല. പുതിയ മോഡലാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം ഇറങ്ങിയ ഗോഗോ മോഡലില്ല, അങ്ങനത്തെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതും ഇതായിട്ട് ഒത്തിരി ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്. അതെന്തായാലും പുതിയ അപ്ഡേഷൻ എന്തായാലും അറിയും. ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് വീണ്ടും പറയാവുന്നതാണ്. കഴിഞ്ഞിട്ടുണ്ട്, ഇറങ്ങുവാണ്. ഇപ്പം നേരെ വീട്ടിലോട്ട് പോകണം. ഷോറൂമിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. ഇവിടെ കൊണ്ടുവന്ന വണ്ടി, അതായത് നമ്മുടെ ഷോറൂമിൽ കൊണ്ടുവന്ന വണ്ടിയിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ഓട്ടം കിട്ടി. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് അറിയാവുന്നൊരു ഓട്ടോക്കാരനെ തന്നെ കിട്ടി. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ അപ്പുവിൻ്റെ വണ്ടീൻ്റെയൊക്കെ റെക്സിൻ പോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ റെക്സിൻ. ഇത് റോസ് ഷെയ്ഡ്, മറ്റേതൊരു ആകാശ നീല ഷെയ്ഡാണ് മറ്റേ അപ്പുവിൻ്റെ വണ്ടിയിൽ. ഇതും കൊള്ളാം. നമ്മുടെ വണ്ടീൻ്റെ ഇവിടെ എത്തി. ഇനി നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലോട്ട് കയറി പോകണം. അടുത്തുള്ള ഏതാ ഓട്ടോ സ്റ്റാൻഡുള്ള അങ്ങോട്ട് കയറി പോവാം. ദൈവമേ, വണ്ടീൻ്റെ താക്കോലോടെ? അയ്യോ, വണ്ടീൻ്റെ താക്കോല് കാണുന്നില്ല. ഞാൻ എവിടെ വെച്ച്? ഇവിടെ വണ്ടിയിലാണ്ട്. കിട്ടി. താക്കോല് ഫാൻറ്റിൻ്റെ പുറകിൽ പോക്കറ്റിലുണ്ടായിരുന്നു. യെസ്. വണ്ടി ഗിയറിൽ കിടക്കുക. ന്യൂട്രലാക്കണമെങ്കിൽ ആ ചുവപ്പ് സ്വിച്ച് നിൽക്കുക, ന്യൂട്രലായി. ഇപ്പോഴാണ് ന്യൂട്രലായത് കേട്ടോ. പുറകിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. നമ്മൾ മിററിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം ഫ്രീ ആയി കേട്ടാ. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാതെ തന്നെ വളക്കാം കേട്ടാ. മിററിൽ നോക്കി വളക്കണം. മിററിൽ നോക്കി നമ്മൾ വളക്കുന്നതുകൊണ്ട്, വളച്ച് ശീലമായതുകൊണ്ടാണ് എടുക്കാൻ പറ്റും. നമുക്ക് നേരെ വർത്താനൊന്നും പറഞ്ഞില്ല, ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവാം. ഇറങ്ങിത്തിരി നമ്മുടെ റാംപുറം ഓട്ടോ സ്റ്റാൻഡിൽ എത്തി. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ആകുകയും ചെയ്ത്. പെട്ടെന്ന് തന്നെ വണ്ടി പെട്ടെന്ന് പോകാണ്ട് ഞാൻ ഇപ്പോൾ ഫസ്റ്റാണ്. ഇവിടെ അപ്പു വന്ന് ക്യാമറേൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. തീയടാ വിളിച്ച് വരുത്തിയിട്ട് ആക്ഷേപിച്ച്. അങ്ങനെ ഇപ്പം എന്തായാലും ഓട്ടോ നോക്കിക്കൊണ്ടിരിക്കുവാണ്.
ഇവിടുന്ന് ആരെങ്കിലും വരട്ടെ, ഇവിടുന്ന് അടുത്ത കാലത്തോട്ട് ഓട്ടം പോവാം. ഫസ്റ്റ് കൈനീട്ടത്തിന് കിടക്കുവാണ്. ഇവിടുന്ന് ഓട്ടം കിട്ടി. അത് കഴിഞ്ഞ് ഷൗക്കട്ടപ്പാലം വരാനും 30 രൂപയുടെ ഓട്ടമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ബീച്ച് സ്റ്റാൻഡോട്ടാണ് വന്നത്. ബീച്ച് സ്റ്റാൻഡ് വന്നപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ മെമ്പർമാരും ഇല്ല, എന്നാലും അത്യാവശ്യം ഓട്ടം. CNG വണ്ടി, നമ്മുടെ സ്റ്റാൻഡിൽ കൂടുതലും CNG വണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അതാ ഡീസൽ വണ്ടി. നമുക്ക് ടേൺ ബുക്കിൽ ടേൺ എഴുതാം എന്തായാലും. AC നമ്മുടെ സ്റ്റാൻഡിൽ ആദ്യം വരുമ്പോൾ വണ്ടിക്ക് ടേൺ ബുക്കിൽ ടേൺ എഴുതണം. സഭ എന്ത് ചെയ്യുമോ നോക്കട്ടെ. സഭ എന്തെടുക്കുമോ? സഭ പാട്ടുപാടുവാണ്. എനിക്ക് കോപ്പിറൈറ്റ് തരാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. ഞാൻ എൻ്റെ വണ്ടിയിൽ പോയി ഈ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്ത് മാറാം. കോപ്പറേറ്റ് വരുത്തല്ലേ എൻ്റെ ചാനലിൽ? കോപ്പറേറ്റ് വരുത്താല്ലേ? നമുക്ക് സക്കീറിൻ്റെ വണ്ടിയിൽ നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് മാറാം. സ്വസ്ഥമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്യാം. കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നു. കഴിഞ്ഞ ദിവസം പണിക്ക് പോയാൽ കൊണ്ടേ ഒത്തിരി അത് എഡിറ്റ് ചെയ്ത് മാറ്റാം. വിശേഷങ്ങൾ കൂടുതൽ വലിച്ചു നീട്ടിക്കൊണ്ട് പോകണ്ട എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒരുപാട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോസിൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ലെങ്ത് ആക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല വീഡിയോസ്. അങ്ങനെ ഇപ്പോൾ ബീച്ച് സ്റ്റാൻഡിൽ കിടക്കുവാണ്. ബീച്ച് സ്റ്റാൻഡിൽ വെച്ച് തന്നെ വീഡിയോ അവസാനിപ്പിക്കാം. ഇനി സാധാരണ ഓടുന്ന പോലെ തന്നെ ഓടി ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയൊരു വിശേഷമായിട്ട് നമുക്കിന്ന് ഒതുക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.